ഈ വീട് എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. ഈ വീടിന് രണ്ട് സൈഡും ഗേറ്റ് ഉണ്ടല്ലോ, ഒരു 2-3 വണ്ടി പാർക്ക് ചെയ്യുകയും ചെയ്യാം. നിങ്ങൾക്ക് ഒരു വീട്ടിൽ എന്തെല്ലാം വേണം അതെല്ലാനും ഈ വീട്ടിലുണ്ടെന്നുള്ളതിന്. നിങ്ങൾ ഒരു സാധനം വാങ്ങിക്കണ്ട, ഫുള്ളി ഫർണിഷ്ഡ് വീട്. ഈ വീടിന്റെ അകത്തെ കാഴ്ചകൾ നിങ്ങളൊന്ന് കണ്ടു നോക്ക്, എന്നിട്ട് പറഞ്ഞാൽ മതി. കാരണം ഈ വീട് ഒരാൾക്ക് പോലും ഇഷ്ടമല്ലാതെ ഇരിക്കൂല. അതുപോലെയാണ് ഈ വീടിന്റെ വർക്ക്. ഫുള്ള് എ സി ആണ്, എല്ലാ റൂമിലും എ സി ഉണ്ട്. ഹാളിൽ തന്നെ 2 എണ്ണം. ദേ ഓപ്പൺ ഒരു കിച്ചന്റെ ഒക്കെ ഒരു സ്റ്റോറേജ് സ്പേസ് നോക്കി. നല്ലൊരു വീടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു വീട്. പ്രൊഫൈല് പക്കയാണെങ്കിൽ 90% ലോണും കിട്ടും. കണ്ട സീലിംഗ് ലൈറ്റ് കണ്ട, സീലിംഗ് ഒക്കെ നല്ല ഹൈറ്റിലായതുകൊണ്ട് ചൂടിന്റെ പ്രശ്നമേ ഇല്ല. കാരണം നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ചൂടാണ്. ആ ഒരു പ്രശ്നം ഇവിടെ ഉദിക്കുന്നില്ല. ഇത് വാഷ് കൗണ്ടർ ഏരിയ ഒക്കെ നോക്കി നിങ്ങൾ, ടച്ചാണ്ടത് ഗ്ലാസ്, അത് നല്ല ക്വാളിറ്റി ഉള്ളത്. അതൊക്കെ അറേഞ്ച് ചെയ്തേക്കണ ഒരു ഭംഗി നോക്കി നിങ്ങൾ, അത്ര ഭംഗിയിലാണ് ഈ വീട് അറേഞ്ച് ചെയ്തേക്കണം. ഇത് റോബോട്ട് ക്ലീൻ ചെയ്യാനുള്ള വേണ്ട, നിങ്ങൾ നിലം തൂക്കാൻ വേണ്ട, അടിക്കാൻ വേണ്ട, റോബോട്ട് ചെയ്തോളും. 5 മണിക്കൂർ ബാറ്ററി ബാക്കപ്പ് ഉള്ളതാണ്. തനിയെ പോയി ചാർജ് ആയിക്കോളും. ചാർജ് കുത്താനും പോകണ്ട നിങ്ങൾ. അതുവരെ ഈ വീട്ടിൽ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇത് ഫസ്റ്റ് ബെഡ്റൂം കണ്ട, ബെഡെല്ലാം വാങ്ങിയിട്ടേക്കണം. നിങ്ങളൊന്നും വാങ്ങണ്ടെന്ന് പറഞ്ഞതാണ്. കണ്ട ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള ഒരു ഇത് നോക്കി, സ്ലൈഡ് ഡോറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാ സൗകര്യമുള്ള വീട്. നിങ്ങൾ ഇതിന്റെ ബാത്റൂം നോക്കി, എല്ലാം കൊണ്ടും പക്ക കർട്ടനും കാര്യങ്ങളും. ഈ വീട്ടില് നിങ്ങൾ ഒന്നും വാങ്ങിക്കണ്ടെന്നുള്ളതാണ്. വാഷ് കൗണ്ടർ ഏരിയ, ക്ലോസറ്റ് കാര്യങ്ങൾ, വെറ്റ് ഏരിയ, ഡ്രൈ ഏരിയ ഉണ്ട്. എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽ ഉണ്ട്. അതുപോലെ ഹീറ്റർ ഇരിക്കുന്നുണ്ട, അതായത് കുളി കഴിഞ്ഞിട്ട് മുടി ഉണക്കാനുള്ളതാണ്. അതുവരെ ഇവിടെ സെറ്റ് ചെയ്യണമെന്നുള്ളതാണ്. ഇത് 2ാമത്തെ ബെഡ്റൂം. നിങ്ങൾ ഈ വീട് വന്നൊന്ന് കാണണം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങളുടെ ആഗ്രഹം പോലെ ഒരു വീടാണത്. അതിന്റെ ബാത്റൂം എല്ലാനും, അതായത് ഒരാള് ഒരു വീട്ടിലോട്ട് കയറി വരുമ്പോ എന്തെല്ലാം വേണം അതെല്ലാം നോക്കിയും കണ്ടും ചെയ്യാറുണ്ട്. അത് നമ്മ തൂക്കാൻ പോലും നടക്കണ്ടത്. ഹീറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ടാ, വെള്ളം ചൂടാക്കാനുള്ള, അങ്ങനെ എല്ലാ സൗകര്യവും ഒരു വീട്ടിൽ കൊടുത്തിട്ട് ചെയ്തേക്കുന്ന ഒരു വീടാണിത്. അതാ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കാരണം ഇതിന്റെ A to Z ബാക്കപ്പ് നമ്മുടെ അടുത്ത് ഉണ്ടെന്നുള്ളത്. നിങ്ങൾക്കത് കാര്യങ്ങൾ, ഇതിന്റെ ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം അതിൻ്റെ അകത്ത് വായിച്ച് മനസ്സിലാക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് വായിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഒരു ഡൗട്ട് മാറി കിട്ടും. വീടിന്റെ ഒരു അറേഞ്ച്മെന്റ് എങ്ങനെയുണ്ട് നോക്കി. നിങ്ങൾ നിലം പോലും മണ്ണ് പോലും തൂക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെര നിങ്ങൾ തൂക്കണ്ട, അതൊക്കെ റോബോട്ട് ചെയ്തോളൂ. നിങ്ങൾ പവർ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ മതി. അത് നടന്ന് തൂത്ത് ക്ലീൻ ചെയ്ത് ചാർജ് തീരാറാകുമ്പോ താനെ വന്ന് അവിടെ ചാർജ് ചെയ്ത് ഇടുന്നോളൂ. ഒരു 2 ദിവസം കൂടുമ്പോഴേക്ക് ആ പൊടി എടുത്തൊന്ന് കൊട്ടിക്കളഞ്ഞാൽ മതി. സ്റ്റെയർ കേസ് ഒക്കെ ഉണ്ടാ, തടിയിലാണ് ഫിനിഷ് ചെയ്തേക്കണം. ലൈറ്റും കാര്യങ്ങളും, ഹോം തിയേറ്റർ വരെ വീട്ടിലേ. ചെറിയൊരിതല്ല, എല്ലാ സൗകര്യവും കൊടുത്തിട്ടുണ്ട്. കണ്ട, ഇതാണ് മുകളിലത്തെ ആ ഒരു സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറേഞ്ച്മെന്റ്. ഇതാണ് മെയിൻ ബെഡ്റൂം കേട്ടോ. ഇതിൻ്റെ ടബ് കാര്യങ്ങൾ, ഹോം തിയേറ്റർ എല്ലാം ഉണ്ടാ. വലിയൊരു TV, അത് ഇരുന്ന് കാണാനുള്ള സെറ്റ് എല്ലാനും ഇവിടെ ഉണ്ട്. കണ്ടാ, സിനിമ തിയേറ്ററിലെ കൂട്ട് വലിയൊരു സെറ്റിയാണ് ഇവിടെ അറേഞ്ച് ചെയ്തേക്കണത്. ഫാനൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കി, ലൈറ്റും കാര്യങ്ങളും. വീടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1.5 വീടാണ്. കണ്ടാ, നിങ്ങൾക്ക് സിനിമ കാണാനുള്ളൊരിതാണ്, TV ഒക്കെ കാണാനുള്ളത്. ഇതേ ബാത്റൂം, അതിൽ ടബ് വരെ ഉണ്ട്. ഈ ഒരു ബെഡ്റൂമിൽ മാത്രമാണ് ടബ് കൊടുത്തേക്കണം. നമ്മൾ മെയിൻ ബെഡ്റൂമായിട്ട് ഉപയോഗിക്കാനുള്ളതാണ് ഈ ഒരു ബെഡ്റൂം. എങ്ങനെ ഉണ്ടെന്ന് നോക്കി നിങ്ങൾ. എന്തെങ്കിലും പറയാനുണ്ടോ?
ഈ വീടിന്റെ ലൊക്കേഷൻ തന്നെ എറണാകുളം പുക്കാട്ടുപടി ഉണ്ട്. പുക്കാട്ടുപടി ഞാൻ അതിന്റെ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പുക്കാട്ടുപടിയിലോട് നിസ്സാര ദൂരം മാത്രമേ ഉള്ളൂ. പുക്കാട്ടുപടി കുഞ്ചാട്ട് വരെ ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത്. അത്രയും നല്ല 2460 സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീട് വരുന്നത്. ഇത് അടുത്ത ബെഡ്റൂം, 4ാമത്തെ ബെഡ്റൂം ഉണ്ടോ. പിന്നെ കബോർഡ് കാര്യങ്ങള്. ഒരു വീട്ടില് എന്തെല്ലാം വേണം അതെല്ലാം വേണ്ട. നിങ്ങൾ പാത്രങ്ങളും നിങ്ങളുടെ ഡ്രസ്സും മാത്രം കൊണ്ടുവന്നാൽ മതി. പാത്രങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനല്ലേ വാങ്ങിക്കണം. അത് കാരണം അതില്ലാത്തത്, അല്ലെങ്കിൽ അതും കൂടി വാങ്ങിയേനെ. കാരണം എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് അത്രയും ബ്രാൻഡഡായിട്ട് നിർമ്മിച്ചേക്കണ ഒരു വീട്. ഈ വീടിന് ചോദിക്കണ വില എന്ന് വെച്ച് കഴിഞ്ഞാൽ 1,55,00,000 രൂപയാണ്. അത് ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആണ്ട. അത് നിങ്ങൾക്ക് നേരിട്ട് വന്ന് സംസാരിക്കാം. കാരണം വീട് അതുപോലത്തെ ഒരു വീടാണ്. 2 സൈഡ് ഗേറ്റ് ഉണ്ട്. നമുക്കൊരു 3 വണ്ടി സുഖമായിട്ട് പാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽ. നിങ്ങളൊന്നും ചെയ്യണ്ടെന്നുള്ള ഇവിടെ. ഇനിയുണ്ട് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. നിങ്ങൾക്ക് വേസ്റ്റ് കത്തിക്കാനുള്ളതൊക്കെ മുകളിൽ അതെല്ലാം ഉണ്ട്. ഒരു കാര്യത്തിന് നിങ്ങൾ വീടിന് പുറത്തോട്ട് ഇറങ്ങണ്ട. വീട്ടിൽ കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ എന്തായാലും വരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമുക്കത് കളയണം. ആൾക്കാർക്ക് കവറിൽ കിട്ടി അല്ലെങ്കിൽ വേസ്റ്റ് ബിന്നിലേക്ക് കൊണ്ടുവിടും. അതൊക്കെ സംസ്കരിക്കാനുള്ളതെല്ലാം വീടിന്റെ മുകളിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളാണ് ഈ വീടിന്റെ ഉള്ളിൽ ചെയ്തേക്കുന്നുണ്ട്. എല്ലാ ബാത്റൂമിലും ഡ്രയർ വെച്ചേക്കുന്നുണ്ട്. അതായത് കുളി കഴിഞ്ഞാൽ നമുക്ക് മുടിയും കാര്യങ്ങളൊക്കെ ഉണക്കണമെങ്കിൽ ഡ്രയർ വരെ ബാത്റൂമിൽ സെറ്റ് ചെയ്തേക്കുന്നുണ്ട്. അത് നമുക്ക് അത്യാവശ്യം ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയാൽ മതി. വീടിന്റെ ലുക്ക് സ്റ്റെയർ കേസ് കംപ്ലീറ്റ് തടിയാണ്ട. വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലക്ഷറി വീടാണ്. ഒന്നും പറയാനില്ല നമുക്ക്. എങ്ങനെ ഉണ്ടെന്ന് നോക്കി. എവിടെ നിന്ന് നോക്കിയാലും പക്കാ ലുക്ക് എന്ന് പറയില്ലേ. ഇവിടെ ഒരു കിളിവാതിൽ കൊടുത്തൊരു ഐറ്റംസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേ ബാൽക്കണി കണ്ട, ഊഞ്ഞാൽക്കട്ടിലാണ്. ചുറ്റുപാടും കണ്ട ഇഷ്ടം പോലെ വീടുകളാണ്. അങ്ങനെ കുറച്ചാൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അതേ കൂട്ടത്തൊരു ഏരിയ ആയിട്ട് മാറും. കണ്ട, ഇവിടെ ചെടി കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഇതൊക്കെ കുറച്ചും കൂടി വളർന്ന് വലുതാക്കി കഴിയുമ്പോൾ വേറൊരു ലുക്കായിരിക്കും ഉള്ളത്. അപ്പൊ അത്രയും നല്ലൊരു വീടാണ്. ഞാൻ പറഞ്ഞില്ല, 5.5 സെന്റ് സ്ഥലം, 2560 സ്ക്വയർ ഫീറ്റ്, 1,55,00,000 ചോദിക്കുന്നു. കണ്ട, തുണിയൊക്കെ ഉണക്കാനുള്ള ഒരു ഇതാണ്ടത് മഴക്കാലത്തൊക്കെ. വേണ്ട, വേസ്റ്റ് കത്തിക്കാനുള്ള വെച്ചേക്കണം. ഒരാൾക്കും ഒരു ശല്യമില്ലാണ്ട് നമ്മുടെ വേസ്റ്റ് നമ്മളെ ഇവിടെ തന്നെ കത്തിച്ച് കളയാ. ചുറ്റുപാട് കണ്ട് എന്തോരം വീടുകളാണ് തന്നെ നോക്കി. ഇനി ഇവിടെ ഇപ്പൊ ഒരുപാട് വീടുകളിൽ താമസമായി. ഇനി ഒരു 3-4 വീടുകളും കൂടി ബാലൻസ് ഉള്ളു. അതൊക്കെ പണി നടന്നുകൊണ്ടിരിക്കണേണ്ട. ഓരോ പാർട്ടി വാങ്ങിച്ച് പണിതുകൊണ്ടിരിക്കുകയാണ്. ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട. ഇവിടെയാണ് 2ാമത്തെ കാർ പോർച്ചുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് ഈ വീടിന്റെ വിശേഷങ്ങൾ. ഈ വീട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ എറണാകുളത്ത് നല്ലൊരു വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ നേരെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.